ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറേ കാലത്തിൻ്റെ ശേഷം ഞാൻ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. അപ്പോൾ ഞാൻ വിഷു കൈനീട്ടം തൊട്ട് കൂട്ടി വെച്ച കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഓണം ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കുറേ കാലമായി ഞാനിങ്ങനെ ഒറ്റയ്ക്കൊന്ന് പോയിട്ട് എപ്പോഴും ഇങ്ങനെ ധൃതി പിടിച്ച് എന്തെങ്കിലും കുറച്ച് സമയമേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പോവാറ്. ഇന്നിപ്പോൾ എന്തായാലും സന്തോഷമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാൻ വേണ്ടി പോവാണ്. ഇതാണ് പാളയം, മറ്റേ ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, പിന്നെ അമ്പലം ഒക്കെ ഒരുമിച്ചുള്ള ആ ഭാഗമാണ് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രത്തെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് മൂവീസിൽ കാണിക്കുന്ന സ്ഥലമാണ്. ഞാനിപ്പോൾ ജയലക്ഷ്മിയിലെത്തി. എനിക്കറിയാം സെലക്ഷനൊക്കെ എനിക്കിഷ്ടപ്പെടില്ല, നമുക്ക് ഓൺലൈനിൽ കാണുമ്പോഴേ ഇഷ്ടപ്പെടുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ സ്റ്റിൽ എനിക്ക് കടയിൽ നിന്ന് ഷോപ്പ് ചെയ്യാനുള്ളൊരു ഇഷ്ടം കൊണ്ട് ഞാൻ വന്നതാണ്. ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് ഭയങ്കര മനസ്സിന് പിടിക്കുന്ന സെലക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കിഡ്സ് സെക്ഷനിൽ ആദ്യം പോയി. ട്രഡീഷണൽ ആയിട്ടുള്ളത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മറ്റു ഉടുപ്പുകൾ പിന്നെയും കുറച്ചുകൂടി നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ കാഷ്വൽ ഉടുപ്പുകൾ, പിന്നെ ഉടുപ്പല്ലാതെ വേറെ എന്തെങ്കിലും ഇതായിട്ടോ ട്രൗസറും കുപ്പായോ ആയിട്ടോ അല്ലെങ്കിൽ പാവാടിയും കുപ്പായിട്ടൊക്കെ ചോദിച്ചപ്പോൾ അവിടെ ഇല്ല, ഉടുപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടുത്തെ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരും. പക്ഷേ സ്റ്റിൽ എനിക്ക് കടയിൽ പോയി പർച്ചേസ് ചെയ്യാൻ ഇഷ്ടം കൊണ്ടാണ്. പിന്നെ ഇപ്പോൾ പട്ടുപാവാടയൊക്കെ വരുന്നത് ഭയങ്കര മോശം. ഓൺലൈനിൽ നോക്കിയാൽ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോഴ്സിലേക്ക് ഇതിൻ്റെ 10 ഇരട്ടി ഭംഗിയുള്ള സ്റ്റാൻഡേർഡുള്ള സാധനം കിട്ടും. ഭയങ്കര ലോക്കൽ പട്ടുപാവാടകളായിരുന്നു ഈ കോപ്പർ സെറിയൊക്കെ വെച്ചിട്ടുള്ള. എനിക്കിഷ്ടമല്ല അത്. അതുകൊണ്ട് അത് കുറച്ച് ഡെസ്പായി പോയി ഞാൻ അതൊക്കെ കണ്ടപ്പോൾ. പിന്നെ ഉടുപ്പ് കണ്ടപ്പോൾ കുറച്ച് സന്തോഷമായി. കുറച്ച് നല്ല ലൈറ്റ് കളറ്, പേസ്റ്റൽ ഷെയ്ഡ്സൊക്കെ ആയിട്ട് നല്ല ഉടുപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ ഞാൻ ഒരു 5-6 ഒക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ അതിൽ നിന്ന് ഞാൻ സോർട്ട് ചെയ്താണ് എടുത്തത്. വെറുതെ അനാവശ്യമായിട്ട് ഒരേപോലെ കളറിലുള്ള ഉടുപ്പുകൾ ഇങ്ങനെ വീട്ടിൽ വാങ്ങിച്ച് നിറയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട, അവൾക്ക് ഇല്ലയെന്ന് തോന്നിയ കളറാണ് ഞാൻ എടുത്തത്. 2 ഉടുപ്പ് എടുത്തു കേട്ടോ. അപ്പോൾ സാധാരണ എനിക്ക് ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം ഞാൻ ടെക്സ്റ്റൈൽസിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന സെയിൽസ് ഗേൾസിന് ഭയങ്കര ഇറിറ്റേഷനായിരിക്കും നമുക്ക് കാണിച്ചു തരാൻ. ഇന്ന് എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് നല്ലൊരു ചേച്ചീനെയാണ് കിട്ടിയത്. അല്ല, ഒരുവിധം കിട്ടിയവരൊക്കെ വളരെ നന്നായിട്ട് പെരുമാറുന്നവരായിരുന്നു, കുഴപ്പമില്ല. ഇത് അങ്ങനെ വളരെ റെയറായിട്ടേ സംഭവിക്കാറുള്ളൂ. പൊതുവേ നമുക്ക് എന്തിന് ഞാൻ ഇങ്ങോട്ട് വന്നേ എന്നുള്ളൊരവസ്ഥയാവാറുണ്ട്. എന്തായാലും പ്രാവശ്യം നല്ല അനുഭവമായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 1-2 ഉടുപ്പ് എടുത്തു കേട്ടോ. എനിക്ക് പൊതുവേ ഭയങ്കര, നമ്മൾ ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ ഒക്കെ മുമ്പ് കുറേ കാലം നമ്മൾ ഓൺലൈനിൽ അല്ലല്ലോ ഷോപ്പ് ചെയ്തിരുന്നേ. അതിന് മുമ്പ് വരെ പുറത്ത് പോയി ഷോപ്പ് ചെയ്തിരുന്നോണ്ടിരുന്നതാണല്ലോ. എനിക്കാണെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എത്ര ബാഡ് മൂഡിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു കടയിൽ കയറി ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും വേണ്ടില്ല, കുറച്ച് തുണി കണ്ടാൽ തന്നെ എനിക്ക് ഭയങ്കര മൂഡ് മാറും, സന്തോഷമാവും. കുർത്ത സെക്ഷൻസിലേക്കൊക്കെ ഞാൻ ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ പോയതാണ്. വെറുതെ തന്നാൽ പോലും എനിക്ക് വേണ്ട എന്ന് പറയുന്ന പോലത്തെ സെലക്ഷനാണ് അവിടെ. എനിക്ക് വളരെ മോശം സെലക്ഷനാണ് ഇപ്പോഴത്തെ ടെക്സ്റ്റൈൽസിലൊക്കെ. പക്ഷേ സ്റ്റിൽ ഞാൻ വെറുതെ അവിടെ കൂടെയൊക്കെ കണ്ട് നടക്കുമ്പോൾ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു. ഫ്ലോറായിട്ട് നടന്നു. ഇതാണ് അവരുടെ ബ്രൈഡൽ സെക്ഷൻ കേട്ടോ. ഞാൻ ആക്ച്വലി കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ഇതുപോലെ ജയലക്ഷ്മിയിലും കല്യാൺ സിൽസിൻ്റെയൊക്കെ ബ്രൈഡൽ സെക്ഷനിൽ പോയിട്ട് ഇരുന്നിട്ടുമുണ്ട്, സാരിയൊക്കെ കൊടുത്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അന്ന് അതിൻ്റെ ഒരു ഇതെനിക്കറിയില്ലായിരുന്നു, എന്താണെന്നറിയില്ല. കല്യാണം കഴിക്കുന്ന ഒരു വെപ്രാളത്തിൻ്റെയൊക്കെ ആയിരിക്കും. ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് ആ സെക്ഷനിലൊക്കെ പോയി ഒരു സാരിയൊക്കെ കൊടുത്തു നോക്കി ട്രയലൊക്കെ നോക്കാൻ ഭയങ്കര കൊതിയാവും കേട്ടോ. കാരണം നമുക്ക് ബ്രൈഡൽ സെക്ഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ ഇനി. പക്ഷെ അപ്പോൾ ഒരു കൊതിയാവും. അന്ന് പോയ സമയത്ത് എനിക്ക് അതിൻ്റെ വില അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എന്തോ. അപ്പം ഞാൻ അത്ര എൻജോയ് ചെയ്തില്ല. ഇനി പോകാൻ പറ്റുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യും. അപ്പം ഇനി ഞാൻ ഒരുപാട് സാരി സെക്ഷനിലൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. എന്നിട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ വിലയും എൻ്റെ ബഡ്ജറ്റും എൻ്റെ ഇഷ്ടവും തമ്മിൽ മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല. എനിക്കിഷ്ടപ്പെടുന്ന എടുത്ത് നോക്കുമ്പം എനിക്ക് പറ്റുന്ന ബഡ്ജറ്റിലുള്ളതല്ല. ബഡ്ജറ്റിലുള്ള സാധനം എടുത്ത് നോക്കുമ്പോൾ എനിക്ക് കാശിന് ഇഷ്ടപ്പെടുന്നുമില്ല. അങ്ങനെ ഞാൻ കുറേ നേരം എനിക്ക് ഒരുപാട് സമയം ജയലക്ഷ്മിയിൽ പോയി, സത്യം പറഞ്ഞാൽ വെറുതെ പോയി ഇങ്ങനെ തിരഞ്ഞ് നടന്നിട്ട്. പക്ഷേ സ്റ്റിൽ ഞാൻ അതിന് വേണ്ടിയാണല്ലോ വന്നത്. വെറുതെ ഇങ്ങനെ തിരഞ്ഞ് ലാവി നടക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ പോയതെന്നുള്ളതുകൊണ്ട് പിന്നെ ഞാൻ തിരഞ്ഞ് നടന്നു. സാരി സെക്ഷനിലൊക്കെ ഞാൻ പോയി. കുറച്ചൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതങ്ങ് ഇന്ന് വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്നുള്ള രീതിയിലൊന്നും ഇഷ്ടപ്പെടുന്നതൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ സെറ്റും മുണ്ടും സാരിയൊക്കെ ആസ് യൂഷ്വൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ എനിക്കിഷ്ടപ്പെടുന്ന ചന്തേരി സിൽക്സിൻ്റെയും ചന്തേരി കോട്ടൻ്റെയൊക്കെ സാരീസാണ്. അതൊക്കെ ഭയങ്കര വിലയാണ്, 3000 എബോ ആണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആ സെക്ഷനിൽ നിന്ന് പോന്നു. പിന്നെ ഞാൻ സെറ്റ് മുണ്ടിൻ്റെ സെക്ഷനിൽ പോയി ആസ് യൂഷ്വൽ
മറ്റേ ഹാൻഡ്ലൂമിൻ്റെ സെക്ഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ റേറ്റിലുള്ള സാധനം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ ലോക്കൽ സാധനങ്ങളാണ് ഇപ്പോൾ കടയിൽ കിട്ടുന്നത്. ഈ കോപ്പർ കളറിലുള്ള ചെറിയും പിങ്ക് കളറിലുള്ള കസവൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് മുള്ളോത്തിൻ്റെ ടൈപ്പ് സെറ്റുമുണ്ട്, കസവില്ലാത്ത സിമ്പിളായിട്ടുള്ളത് എനിക്കിഷ്ടമുള്ളൂ. അതവിടെ ഒരു 4 പീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വലിയ സെലക്ഷൻ ഇല്ലാത്തതുകൊണ്ട് വെറുതെ എന്തിനാ ഇങ്ങനെ നമ്മൾ കഷായം കുടിക്കണ പോലെ വാങ്ങിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. കളക്ഷൻസിനൊക്കെ കണ്ടിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കളഞ്ഞ് കുറേ നേരം തിരഞ്ഞു കേട്ടോ. ഇപ്പോൾ സമയം കളയാൻ വേണ്ടി ഇരുന്നതല്ല, ഇഷ്ടമുള്ള കിട്ടിയാൽ വാങ്ങിക്കാൻ തന്നെ വെച്ചിട്ട് തന്നെ നോക്കിയതാണ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് വാങ്ങിച്ചില്ല. പിന്നെ ഹാൻഡ്ലൂമിൻ്റെയിലേക്ക് നോക്കുമ്പോഴേക്കും കുറച്ചൊക്കെ ഇഷ്ടപ്പെടും, പക്ഷേ നമ്മളുടെ കയ്യിൽ നിൽക്കാത്ത വിലയായിരിക്കും. 4000, 5000, 6000, 12,000 അങ്ങനെ കയറി പോവും. ഒരു സിമ്പിളായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു കരയും ഒരു കസവുമൊക്കെ ആണെങ്കിൽ പോലും 2000 രൂപയുടെ അടുത്ത് വരും അതിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിക്കാൻ നിന്നില്ല, ആവശ്യത്തിൽ കൂടുതലുണ്ട്, അതുകൊണ്ട് മേടിച്ചില്ല. പിന്നെ സാരി സെക്ഷനിൽ പോയിട്ട് പിന്നെയും കോട്ടൺ സാരിയുടെ സെക്ഷനിൽ പോയിട്ട് പിന്നെ എനിക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് ആലോചിച്ച് ഞാൻ പിന്നെ ഇങ്ങനെ എടുക്കാൻ ഞാൻ തന്നെ എന്നെ തന്നെ നിർബന്ധിച്ചു. പിന്നെ വീട്ടിലിരിക്കുന്ന സാരി, ഉടുക്കാത്ത സാരികളുടെ എണ്ണം ആലോചിച്ചപ്പോൾ ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ ചുരിദാറിൻ്റെ സെക്ഷനിലേക്ക് കടന്നു കേട്ടോ. ചുരിദാറിൻ്റെ സെക്ഷനിൽ കടന്നിട്ട് ഞാൻ ഒരുപാട് ടൈം, ഒരു 1 hour ഓൾമോസ്റ്റ് അവിടെ തന്നെ പോയി. ഞാൻ ഒരുപാട് തിരഞ്ഞു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 2500 രൂപയൊക്കെ നമ്മളൊരു ചുരിദാറിൻ്റെ മെറ്റീരിയലിന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തയ്ക്കാൻ പിന്നെ നമ്മൾ എമൗണ്ട് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതെനിക്ക് അത്ര വേർത്തായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ തിരഞ്ഞ് ഇച്ചിരി പൈസ ആയാലും അതിന് വേർത്തായിട്ടുള്ളൊരു മെറ്റീരിയലും പാൻറ്റിൻ്റെ മെറ്റീരിയലും ഒക്കെ നല്ലത് കിട്ടണ്ടേ. അപ്പോൾ അങ്ങനെ തിരഞ്ഞ് ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തുള്ളൂ. അത് ഞാൻ കുറച്ച് സാധാരണ വിലക്കുള്ള എടുക്കണം വിചാരിച്ചു, പക്ഷേ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഒരെണ്ണം മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഞാനിതിൽ കാണിക്കണില്ല ഏതാ എടുത്തത് എന്നുള്ളത്. എന്നാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഊഹമുണ്ടെങ്കിൽ ഞാൻ ഏത് കളറായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നൊരു ഊഹം ഉണ്ടെങ്കിൽ ആ കളറൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് ഗസ് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെയും ഒരെണ്ണം സെലക്ട് ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ വില കുറവുള്ളതൊക്കെ വല്ലതും കിട്ടുമോ എന്നിങ്ങനെ പരതിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഞാൻ കൈ വെക്കണതിനെല്ലാം 2000, 3000, 2000-ൻ്റെ അടുത്ത് അങ്ങനെയായിരുന്നു റേറ്റ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരെണ്ണത്തിൽ ഒതുക്കുകയാണ് ഉണ്ടായത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ബില്ല് ചെയ്തു. പിന്നെ എനിക്കൊരു തൃപ്തിയായില്ല. ഞാൻ വസ്കുട്ടിക്ക് ഉദ്ദേശിച്ച പട്ടുപാവാട തുണിയൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പിന്നെ പോത്തീസിലേക്ക് വെച്ചു പിടിച്ചു. മഴയായിരുന്നു. അതിസാഹസികമായി കുടയില്ലാതെ മഴയത്ത് കൂടെ ഓടി. ഞാൻ തൊട്ടടുത്ത് തന്നെയാണ് പോത്തീസ്. തൊട്ടടുത്ത് വരുമ്പോൾ വണ്ടി പോകുമ്പോൾ നമുക്ക് വളരെ അടുത്തായിട്ട് തോന്നും, പക്ഷെ നടക്കുമ്പോൾ കുറച്ച് ദൂരമുള്ള പോലെ തോന്നും. അങ്ങനെ ഓടി ഞാൻ പോത്തീസിലൊക്കെ പോയി. അവിടെ ചെന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച പോലത്തെ പട്ടുപാവാട തുണി എനിക്ക് കിട്ടിയില്ല. ഞാനിങ്ങനെ കസവൊക്കെ സെപ്പറേറ്റ് വാങ്ങിച്ച് വെച്ചൊരു മോഡൽ മനസ്സിൽ കരുതിയിരുന്നു. അതിന് പറ്റിയൊരു കസവ് എനിക്ക് കിട്ടിയില്ല. സ്കേർട്ടിനുള്ള തുണിയും കിട്ടിയില്ല. അപ്പം ഞാൻ ആ പ്ലാൻ മാറ്റി. ഞാൻ പിന്നെ പട്ടുപാവാടയുടെ മെറ്റീരിയൽ എടുക്കാമെന്ന് വിചാരിച്ച് പോയി. അവിടെയും വിചാരിച്ച പോലെ കിട്ടിയില്ല. പിന്നെ മെറ്റീരിയൽസിൻ്റെ സൈഡിലോട്ട് വന്നപ്പോൾ എന്താ പറയുക, ഒരുപാട് കളക്ഷൻ ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം എന്നുള്ള പോലെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അത് ഞാൻ പറയട്ടോ, പോത്തീസിലാണ് ഏറ്റവും കൂടുതൽ റണ്ണിങ് മെറ്റീരിയൽസ് കളക്ഷൻ ഉള്ളത്. ഏത് ടൈപ്പ് വേണമെങ്കിലും ഉണ്ട്. അജ്രക്കിൻ്റെയും കലംകാരിയുടെയൊക്കെ ഇഷ്ടം പോലെ ഡിസൈൻസ് ഉണ്ട്. പിന്നെ ഇതേപോലെ കണ്ടാൽ നമുക്ക് സാരിയാണ് തോന്നും, പട്ടുപാവാടയ്ക്കൊക്കെ പറ്റണ പോലത്തെ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ തുണി എടുത്തു. വസ്കുട്ടിക്കും എടുത്തു, എനിക്കും എടുത്തു, ബ്ലൗസ് തുണിയൊക്കെ എടുത്തു. പിന്നെ മറ്റേ കടയിൽ പോയ പോലെ തന്നെ ഇവിടുത്തെ സാരിയുടെയും വില ചോദിച്ചിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോന്നു. അതാണ് ഉണ്ടായത്. അങ്ങനെ നീണ്ട നേരത്തെ ഒരു പരിശ്രമത്തിന് ശേഷം എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു. ഞാൻ തിരിച്ച് പോത്തീസിന് വരികയാണ്. അവിടെ ഫ്രണ്ടിലൊരു മുല്ലപ്പൂച്ചായിട്ട് ഇരിക്കുന്നുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് മുല്ലപ്പൂ വാങ്ങിച്ച് വെച്ചില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനമില്ല. ഏട്ടൻ ഇപ്രാവശ്യം ഓണക്കോടി വേണ്ട എന്ന് പ്രഖ്യാപിച്ചത് കാരണം കൊണ്ട് ഏട്ടനൊന്നും എടുത്തിട്ടില്ല. തയ്ക്കാൻ വേണ്ടി മേടിച്ച മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഓണത്തിന് ഇടുമ്പോൾ ആ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കളർ എന്താണെന്നൊന്ന് ഗസ് ചെയ്യണേ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.